നോമ്പ് നോൽക്കുന്ന വിശ്വാസം സമൂഹത്തിനൊപ്പം സഹോദര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഗ്രന്ഥശാലയിൽ നോമ്പ് മുറിച്ച് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്ന് ഒരുക്കി ബക്കളം ന്യൂനപക്ഷ സാംസ്കാരിക വേദി മാതൃകയായി. എല്ലാ വിഭാഗം വീടുകളിൽ നിന്നും തയ്യാറാക്കിയെത്തിച്ച വിഭവങ്ങൾ കൊണ്ടാണ് റംസാന്റെ പുണ്യനാളിൽ പുന്നക്കുളങ്ങര ഗ്രാമീണ വായനശാലയിൽ മതസഹോദര്യത്തിന്റെ സ്നേഹവേദിയായി സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. സ്നേഹവിരുന്നിനോടനുബന്ധിച്ചുള്ള സംഗമത്തിൽ ഖത്തീബ് ഹാഷർ ഭാഗവി ഈരാറ്റുപേട്ട സന്ദേശം നൽകി. ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കണം. അവരുടെ കണ്ണുനീർ ഒരു വീടിന്റെ ഉള്ളിലും വരാൻ പാടില്ല. കണ്ണൂർ ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ഒരു ജില്ല കണ്ണൂർ ജില്ലയായി മാറി എന്നതൊരു ദുഃഖസത്യമാണ്. അടച്ചു പൂട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഒരമ്മയ്ക്കും ഒരച്ഛനുമുള്ള സങ്കേതമല്ല വൃദ്ധസദനം, തിരിച്ചറിയണം. അതിനപ്പുറം സ്നേഹിക്കണം. കൂടപ്പിറപ്പുകളായ സഹോദരങ്ങളെയും സഹോദരിമാരെയും ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം. അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും സ്നേഹം കൊടുക്കണം. അതിനപ്പുറം എന്റെ മക്കളെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. കാര്യലാഭത്തിനു വേണ്ടിയുള്ള സ്നേഹം ആയിരിക്കരുത്, മനസ്സ് തുറന്നുള്ള സ്നേഹം പങ്കുവെക്കണം. അതിനപ്പുറം എന്റെ അയൽവാസിയെ സ്നേഹിക്കണം. എന്റെ അയൽവാസിയെ സ്നേഹിക്കേണ്ടത് മതം നോക്കിയാവരുത്. അയൽവാസിയെ സ്നേഹിക്കേണ്ടത് പ്രസ്ഥാനം നോക്കിയാവരുത്. ഒരുപക്ഷെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് BJPയുടെ MA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. കെ ദാമോദരൻ, പാച്ചേനി വിനോദ്, കെ പുരുഷോത്തമൻ, M ആമിന, ഓമന മുരളീധരൻ, കൗൺസിലർ PV കമല, ഡോക്ടർ PV രവീന്ദ്രൻ, C അബ്ദുൽ ജബ്ബാർ, P മോഹനൻ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നിൽ 150ഓളം പേർ പങ്കെടുത്തു.